ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എത്രത്തോളം വഷളായിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ നിരപരാധികളായ സിവിലിയൻസിനെ, ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയ പാകിസ്ഥാൻ ഭീകരവാദികൾ എന്ന് നമ്മൾ പറയുമെങ്കിലും പാകിസ്ഥാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്ന് നമുക്കറിയാം. ആ പാകിസ്ഥാൻ ഭയന്നോടുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ഇപ്പോൾ വരുന്ന വാർത്തകൾ വളരെ രസകരമായ വാർത്തകളാണ്. വിളറി പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ സൈന്യം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതാണ് ശരി. മാത്രമല്ല, അവിടെ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ പത്നിമാരും കുടുംബങ്ങളും ഒക്കെ ഏതാണ്ട് പാകിസ്ഥാൻ മണ്ണ് വിട്ട് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ കുടിയേറി പോകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ താമസം മാറ്റുന്നതായിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ, അവിടെ ഭീകരവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിൽ അവർക്ക് താമസിക്കുവാനുള്ള സങ്കേതങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് തന്നെ എടുത്ത് നോക്കുക, പാകിസ്ഥാൻ മിലിറ്ററി നേതാവ് തന്നെ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയതായിട്ടുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് മാത്രമല്ല, ആ തിരിച്ചടി ഉണ്ടായാൽ തങ്ങൾക്കൊരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള പാകിസ്ഥാൻ്റെ തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ ആണവ ഭീഷണി എത്രത്തോളം വില പോകും എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, പരമ്പരാഗതമായിട്ടുള്ള വൈരികളായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും പണ്ട് മുതൽക്ക് തന്നെ ശത്രുത പുലർത്തുകയും നിരവധി തവണ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരു രാഷ്ട്രങ്ങളും ആണവ രാജ്യങ്ങളായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 70-കൾക്ക് ശേഷം 74-ൽ ഇന്ത്യ ആദ്യമായിട്ട് അതിൻ്റെ ആണവ പരീക്ഷണം നടത്തുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണത്. എന്നാൽ പിന്നീട് 1974-ലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് ശേഷം പിന്നീട് നമ്മൾ ആണവ പരീക്ഷണം നടത്തുന്നത് 1998-ലാണ്. 1995-ൽ അവസാനത്തോടുകൂടി നമ്മൾ ആണവായുധ പരീക്ഷണം നടത്തുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ധാരാളം സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മുകളിലുണ്ടാവുകയും ഏതാണ്ട് 1974-ന് ശേഷം രണ്ടാമത് ഇന്ത്യ 1998-ൽ പൊക്രാൻ മരുഭൂമിയിൽ രണ്ടാമത്തെ ആണവ വിസ്ഫോടനം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനൊരു മറുപടി എന്നോണം അവരുടെ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനൊക്കെ വേണ്ടി പാകിസ്ഥാനും ഒരു ആണവ പരീക്ഷണം നടത്തി. എന്നാൽ വിമർശകർ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ പരീക്ഷണങ്ങളും ആണവ ശക്തിയും എടുത്തു നോക്കിയാൽ അൺകമ്പയറബിൾ ആണ്, ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ഇന്ത്യ സ്വന്തമായി ആണവായുധം വികസിപ്പിച്ചെടുത്തപ്പോൾ പാകിസ്ഥാന് മറ്റു ചില രാജ്യങ്ങളൊക്കെ കൊടുത്ത ചില സാങ്കേതിക സഹായങ്ങളും ഒക്കെ കൊണ്ട് അവർ ആണവ പരീക്ഷണം നടത്തി എന്നേ ഉള്ളൂ. വേണ്ടത്ര കാര്യമാത്ര പ്രസക്തമായൊരു ശേഷി അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനങ്ങളും ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് പാകിസ്ഥാനും ഒരാണവ രാഷ്ട്രമാണ്. ആരൊക്കെ കൊടുത്താലും ചൈനയുടെ നിസ്സീമമായ പിന്തുണയാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, പാകിസ്ഥാൻ തങ്ങളെ ഇന്ത്യ ആക്രമിച്ചാൽ തങ്ങൾ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്നുള്ള അവിടെയുള്ള ചില മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആലോചിച്ച് നോക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, കാർഗിൽ യുദ്ധസമയത്ത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ 18 തവണയാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയത്. ഇതിന് അന്തർദേശീയ രാഷ്ട്രീയത്തിലൊരു പ്രത്യേക വാക്ക് പറയും. ഇന്ത്യ ഡെറ്ററൻസ് എന്ന് പറയുന്ന ഒരു നയം ആയിരുന്നു പിന്തുടർന്നത്. അതായത് പേടിപ്പിച്ച് അവരെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആയുധ നയം തന്നെ പറയുന്നത് നമ്മൾ ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായൊരു ആണവ നയമുണ്ട്. ആണവായുധം കൈവശം വയ്ക്കാത്ത ഒരു രാജ്യത്തിനെ നമ്മൾ ആക്രമിക്കില്ല, ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നയങ്ങൾ 1998-ലെ ആണവ വിസ്ഫോടനത്തിന് ശേഷം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും തന്നെയില്ല, ഞങ്ങളെടുത്ത് ഉപയോഗിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഇന്ത്യയെ പേടിപ്പിക്കുവാൻ, അതായത് പരമ്പരാഗതമായി തന്നെ പാകിസ്ഥാന് മുകളിൽ ഇന്ത്യക്കൊരു ആധിപത്യം ഉണ്ട്. അത് സൈനിക ശക്തിയിലായാലും സാമ്പത്തിക ശക്തിയായാലും രാഷ്ട്രീയ ശക്തിയായാലും ഇന്ത്യക്ക് പാകിസ്ഥാന് മുകളിൽ വലിയ ഒരു ആധിപത്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാനുള്ള അവസാന തുറുപ്പ് ചീട്ടാണ് ഈ പറയുന്ന ആണവായുധം എന്ന് പറയുന്നത്.
പക്ഷേ ഈ നിരന്തരമായി അതുകൊണ്ട് തന്നെ അവർ ഈ ആണവ ഭീഷണി ഉയർത്തുന്നത് ഇന്ത്യയുടെ തീരുമാനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുവാനാണ്, ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഉടനെ ആണവായുധം എടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ കേട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പാകിസ്ഥാൻ കരുതാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ മണ്ടത്തരമായി പാകിസ്ഥാൻ കാണരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്കൊക്കെ പറയാനുള്ളത്. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത, ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ലോകബാങ്കിന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു, സിന്ധു നദീജല കരാർ. ആ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ ആ കരാർ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞ എന്താ, വി ആർ റെഡി ടു കീപ് ദാറ്റ് എഗ്രിമെന്റ് ഇൻ കെപ്റ്റ് ഇൻ അബയൻസ് എന്നാണ് പറഞ്ഞത്. ആ തൽക്കാലം മരവിപ്പിച്ച് നിർത്തുക, തൽക്കാലം നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. തൽക്കാലം വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിഭീകരമായിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണത്തിലൂടെ, അല്ലെങ്കിൽ അവർ പറഞ്ഞയച്ച ഭീകരവാദികൾ ഇന്ത്യൻ മണ്ണിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന തരത്തിൽ മാറിയപ്പോൾ മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊണ്ട ഇന്ത്യ, ഇത്രയും നാളും സിന്ധു നദിയിലെ കരാറിലൂടെ പാകിസ്ഥാന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഇന്ത്യ, അവിടെ മനുഷ്യത്വം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ചേർന്ന് ഒപ്പിട്ട സിന്ധു നദിയിലെ കരാർ ആർക്കാണ് ഗുണം ചെയ്തത്? ഇന്ത്യക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിന് ഗുണം മുഴുവൻ പാകിസ്ഥാനാണ്. അതൊക്കെ തിരിച്ചറിയാമായിരുന്നു ഇന്ത്യക്ക്. പക്ഷെ അന്ന് ഇന്ത്യ അതിനുവേണ്ടി അനുകൂലമായി നിന്നത് പാകിസ്ഥാൻ ജനതയെ ഓർത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, അത് ഞങ്ങളങ്ങ് മറക്കും. ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് ഒരു വശത്തേക്ക് വേണ്ടി കയറ്റി അയക്കേണ്ടുന്ന ഒരു സാധനമല്ല എന്നും, അത് സാമൂഹ്യ നന്മയെയും മനുഷ്യ പുരോഗതിയെയും ലക്ഷ്യം വയ്ക്കാത്ത ഒരു രാജ്യത്തിന് അതിന് യാതൊരു അർഹതയുമില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തുടർച്ചയായി എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത് ശരിയാണ്. കാർഗിൽ യുദ്ധ സമയത്ത് ഒരാഴ്ചയിൽ 18 തവണ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുകയാണ്. അത് ഈ അച്ചിൻ മനായിക്കും പ്രഫുൽ ബിദ്വായും എഴുതിയ സൗത്ത് ഏഷ്യയാണ് ഷോർട്ട് ഫ്യൂസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ ആണവായുധം ഉപയോഗിക്കും എന്നുള്ളതാണ്. നമ്മൾ അതിനുശേഷം ആക്രമണം നടത്തിയില്ലേ? നമ്മൾ അതിനുശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. എവിടെ ആണവായുധം പ്രയോഗിച്ചു? പാകിസ്ഥാൻ. അപ്പം അതുകൊണ്ട് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി എന്ന് പറയുന്നത് കേവലം സമ്മർദ്ദ തന്ത്രമാണ്. അങ്ങനെ ഒരു രാജ്യത്തിനും ഇന്ന് ആണവായുധം എടുത്ത് ഉപയോഗിക്കാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പാകിസ്ഥാൻ കരുതുന്നുവെങ്കിൽ പാകിസ്ഥാന് തെറ്റി. അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കരുതുന്നത് പോലെ, അത് മാത്രമല്ല അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാൻ ഒറ്റപ്പെടും. അപ്പോൾ ഒരു രാജ്യവും ഇപ്പോൾ ആണവായുധം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിച്ചേനെ. കാരണം അത്ര വലിയ സമ്മർദ്ദത്തിൽ റഷ്യ പോയ സന്ദർഭങ്ങളുണ്ട്. എന്നിട്ട് പോലും റഷ്യ അതിന് മുതിരാത്തത്, പലതരത്തിലുള്ള ആലോചനകൾ പോലും റഷ്യയിൽ നടന്നു ഉക്രൈനെതിരെ ആണവായുധം ഉപയോഗിക്കാൻ. എന്നിട്ട് അവർ ചെയ്യാത്ത അവർക്കറിയാം അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെട്ടു പോകും എന്ന്. ഇവിടെയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ അവർക്ക് നിലനിൽപ്പില്ലാതെയാകുമെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. മാത്രമല്ല പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രം മാത്രമാണ് എന്ന് നമ്മൾ അറിയുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ഒരു ദുഷ്പേരുണ്ട്. ആ ദുഷ്പേരെന്ന് പറഞ്ഞാൽ അവിടുത്തെ തീവ്രവാദ സംഘങ്ങൾക്ക് ആണവായുധ രഹസ്യം ചോർത്തിക്കൊടുത്ത ആളാണ് പാകിസ്ഥാന്റെ ആണവ നയത്തിൻ്റെ പിതാവെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യകൾ, ആണവായുധം അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണമൊക്കെ ഈ ഭീകരവാദികളുടെ കയ്യിൽ വന്നു ചേരുമോ എന്നുള്ള ഭയം മാത്രമേ ഇന്ത്യക്കുള്ളൂ. പക്ഷെ അങ്ങനെ വന്നാൽ പോലും അത് പാകിസ്ഥാൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറും, ഉത്തരവാദിത്തമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഉണ്ടാകുന്ന ആണവായുധ ഭീഷണികൾ കേവലമായ ഒരു സമ്മർദ്ദത്തിനപ്പുറം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ത്യക്ക് പോലും ഒരു വളരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ആണവായുധം എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അതുകൊണ്ടാണ് വാട്ടർ ബോംബ് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. അവിടെ വാട്ടർ ബോംബ് എന്ന് പറയുന്നതിന് വേറെ ചില മാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു യുദ്ധത്തിലെ ഒരു ഉപകരണമായി നമ്മളിപ്പോൾ ജലത്തെ കാണുന്നത് അതുകൊണ്ടാണ്. കാരണം മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തിയ പാകിസ്ഥാനെ
നിയന്ത്രിതമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അവരെ പഴയ പാതയിലേക്ക്, സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ ആലോചിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതേസമയം തന്നെ ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് നിയന്ത്രണമുള്ള, പാകിസ്ഥാൻ സർക്കാരിന് സിവിലിയനോ യാതൊരു നിയന്ത്രണവുമില്ലാത്ത, പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് എപ്പോഴും നിയന്ത്രണമുള്ള അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളെ, ഭീകരവാദ ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് പരിമിതമായ തോതിൽ വേണമെങ്കിൽ സൈനിക നീക്കങ്ങൾ നടത്താൻ, അവർക്കെതിരെ സൈനിക നീക്കം നടത്തുവാനും ഇന്ത്യ മടിക്കില്ല എന്നുള്ള ഉദാഹരണങ്ങൾ മുമ്പ് നടത്തിയ ആക്രമണങ്ങളിലൂടെ അല്ലെങ്കിൽ മുമ്പ് നടത്തിയിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇന്ത്യ ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അതിർത്തിയിൽ സംജാതമായിരിക്കുന്ന സാഹചര്യം, പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഭീഷണികൾ, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. അവർ സിന്ധു നദീജല കരാർ നമ്മൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് സിംല കരാർ ഇല്ലാതാക്കുമെന്നാണ്. അതിൻ്റെയൊക്കെ വിശദമായ വിശകലനങ്ങൾ നമുക്ക് പിന്നീട് നടത്താം. എന്തായാലും ഒരു കാര്യം, അതൊക്കെ അടിസ്ഥാനപരമായി പാകിസ്ഥാന് തന്നെയാണ് തിരിച്ചടി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം അത് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, പരമ്പരാഗതമായി ഒരു യുദ്ധം നടന്നാൽ എപ്പോഴും മേധാവിത്വം ഇന്ത്യക്കാണ്. അതൊരു സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കാശ്മീരിൽ മുമ്പ് നടത്തിയിട്ടുള്ള നമ്മൾ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ നമ്മൾ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുന്നതായി ബന്ധപ്പെട്ടും അവിടെ സമാധാനം സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും നിർത്തൽ കരാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ സിംല അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളത് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇനി ഇതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. ഏത് സമയവും അവിടെ ആക്രമണം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ അതിർത്തി കടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഈ കരാറുകളിലൊക്കെ പിന്മാറുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ, യുദ്ധസമാനമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവിടുത്തെ ഭീകരവാദികളെ പിൻവലിക്കാതെ അല്ലെങ്കിൽ ഭീകരവാദികളെ നിയന്ത്രിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശം ഇന്ത്യ നൽകുക വഴി ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി ഇന്ത്യ അതിൽ ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാന് ദിനം പ്രതി അന്തർദേശീയ രംഗത്തു നിന്നുള്ള സഹായങ്ങളും അന്തർദേശീയ രംഗത്തുള്ള പിന്തുണകളും കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി ഒട്ടും വിലപ്പോകുന്ന ഒരു സന്ദർഭമല്ല ഇതെന്ന് പാകിസ്ഥാൻ ഓർക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എല്ലാ പ്രാവശ്യവും അന്തർദേശീയ കരാറുകളിലും മറ്റും ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ആണവ നയം പോലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി, പാകിസ്ഥാൻ്റെ ഭീഷണി കേവലം ഭീഷണിയായി മാത്രമേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറം പാകിസ്ഥാനെ നിയന്ത്രിക്കുവാനും പാകിസ്ഥാനെ ചുട്ടുചാമ്പലാക്കുവാനുമുള്ള ശേഷി ഭാരതത്തിനുണ്ട് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയണമെന്നാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്.